ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ മുമ്പ് കഴിഞ്ഞ അമ്പിയാക്കന്മാരും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നപ്പോൾ ഓടിച്ചെന്നത് ഈ നിസ്കാരത്തിലേക്കാണ്. ഒരുപിടി സംഭവങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലാ സ്വലാഹ്. എന്ത് ബുദ്ധിമുട്ട് വന്നാലും നിസ്കാരത്തിലേക്ക്. അങ്ങനൊരു പരിഹാരം നമുക്കുണ്ടായാൽ നമ്മുടെ കുടുംബ കോടതികളുടെ എത്ര വിഷയം പരിഹരിക്കപ്പെടുമായിരുന്നു. നമ്മൾ തമ്മിലുള്ള എത്രയധികം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ മാനസികമായ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ ഭാരം ഇറക്കി വെക്കാൻ എല്ലാത്തിനും ഹസബഹു അംറുൻ ഫസിഅ ഇലാ സ്വലാഹ്. നബി തങ്ങൾ നിസ്കാരത്തിലേക്ക് പോയി. എന്ത് ബുദ്ധിമുട്ട് വന്നാലും നിസ്കാരത്തിലേക്ക്. അത് പഠിപ്പിച്ചത് മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സാറ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ ഫലസ്തീനിലൂടെ നടന്നു പോകുമ്പോഴാണ് അക്രമിയായ ഒരു രാജാവ്, ഫലസ്തീൻ ഭരിക്കുന്ന രാജാവ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ സാറ ബീവി നല്ല സൗന്ദര്യമുള്ളവരാണ്. ആ സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ കാണുമ്പോൾ അവരെ തനിക്ക് വേണമെന്ന് ചിന്തിക്കുന്ന രാജാവിന്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പറയേണ്ടി വന്നു, ആരാണ് നിങ്ങളുടെ കൂടെയുള്ള പെണ്ണ് എന്ന് ചോദിച്ചപ്പോ ഇതെന്റെ സഹോദരിയാണ്. സഹോദരിയ, ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ വെട്ടിക്കൊല്ലും. ജീവൻ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു, ഇതെന്റെ സഹോദരിയാണ്. സാറ ബീവിയോട് പോയി പറഞ്ഞു, ഇബ്രാഹിം നബി, സാറാ നീ ആരാണെന്ന് ചോദിച്ചപ്പോ എന്റെ പെങ്ങളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഭൂമിയിൽ ഈമാനുള്ളവരായി ഞാനും നീയുമല്ലാതെ ആരുമില്ലല്ലോ സാറ ബീവി. അതുകൊണ്ട് ഞാനും നിങ്ങളും മനുഷ്യവംശത്തിൽ വന്ന ആങ്ങളെയും പെങ്ങളും ആ രീതിയിൽ നമ്മൾ ഭാര്യയും ഭർത്താവും തന്നെ. പക്ഷേ ഒരു രക്ഷപ്പെടാൻ ഒരു ചെറിയ രീതിയിൽ നമുക്കവിടെ ആ ഒരു മെറ്റഫോർ ഒരൽപ്പം രാജാവിനെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടി അങ്ങനെ പറയാം. നീ എന്നെ നാണം കെടുത്തരുത് കേട്ടോ, ഞാൻ പറഞ്ഞത് ഇന്നതാണ്, നീ എന്റെ പെങ്ങളാണെന്നാണ്. അവിടെ ചെന്ന് ഞാൻ ഭാര്യയാണെന്ന് നീ തിരുത്തി കൊടുക്കല്ലേ. ഹബീബ് പോവാണ്. സാറ ബീവിയെ കൈകൊണ്ട് തൊടാൻ നോക്കുമ്പോ കൈ അങ്ങ് കുഴഞ്ഞുപോയി രാജാവിന്റെ. പെണ്ണേ സാറ, എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യൂ, ഞാനൊന്നും ചെയ്യൂല. ദുആ ചെയ്ത് കൊടുത്തു സാറ ബീവി കൈ പൂർവസ്ഥിതിയിലേക്ക്. രണ്ടാമതും കയറി പിടിക്കാൻ നോക്കുമ്പോ രണ്ടാമതും കൈ തളരുകയും അതിശക്തമായ വേദന വരികയും ചെയ്തു. രാജാവ് പറഞ്ഞു, കൂട്ടരെ, നിങ്ങൾ ആരെയാ കൊണ്ടുവന്നത്? മനുഷ്യനെയാണോ അല്ല പിശാചിനെയാ കൊണ്ടുവന്നത്? ഇത് മനുഷ്യനല്ല, ഇത് പിശാചാണ്. ഇവളെ കൊണ്ടുപോ. അവളെ തൃപ്തിപ്പെടുത്താൻ ഹാജറിനെ കൊടുക്കി, നമ്മുടെ അടിമപ്പെണ്ണ ഹാജറിനെയും സമ്മാനമായി കൊടുക്കി. ഹാജർ ബീവിയെയും കൈപിടിച്ച് സാറ ബീവി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിലേക്ക് വരുമ്പോ ഫലമ്മാ ദഖലത് അലൈഹി, സഹീഹുൽ ബുഖാരിയിൽ കാണാം, സാറ ബീവി ഇബ്രാഹിം നബി അരികത്തേക്ക് വരുമ്പോ മരുഭൂമിയിലാണ്, ചെറിയ ടെന്റ് വെച്ച് നിൽക്കുകയാണ്. അവിടെ യാത്രയുടെ മധ്യയാണ്. പെണ്ണിനെ കൊണ്ടുപോയിരിക്കുകയാണ് രാജാവിന്റെ കിങ്കരന്മാർ. എന്താവുമെന്നറിയില്ല. ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലാ സ്വലാഹ്. വിഷമം വന്ന നിസ്കാരത്തിലേക്കാണ്. സാറ ബീവി കയറി ചെല്ലുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ ഇരുന്ന് അല്ലാഹുവിന് വേണ്ടി നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളാണ് ഈ കിട്ടുന്ന MLA-മാർക്ക് MP-മാർക്ക് വിളിച്ചുകൊണ്ടിരിക്കുക. ആ നേരത്തെ വേഗം അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഇറങ്ങി. നമ്മൾ ആ നേരത്ത് ആർക്കൊക്കെ വിളിച്ചാൽ നടക്കോ കാര്യം, സാറിന് ആൾക്കാർക്ക് വിളിച്ചുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു വിഷമം വരുമ്പോഴേക്കും ലേബർ റൂമിലേക്ക് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കൊണ്ടുപോയിരിക്കുന്നു. സിസേറിയൻ വേണ്ടയോ ഡോക്ടർമാരെ തീരുമാനിക്കാൻ പോവാണ്. കുട്ടിക്ക് കുഴപ്പമുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. പടച്ചവനെ, എന്റെ ഭാര്യയെ നിന്നെ ഏൽപ്പിക്കുകയാണ്. നിസ്കരിക്കാനുള്ള ഒരു റൂമോ ഒരു പള്ളിയോ അരികത്തുണ്ടെങ്കിൽ ഭർത്താവിനെ ചെല്ലുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീയാണ് ഏറ്റവും വലിയവൻ, നിന്റെ പ്രശ്നമാണ് ഏറ്റവും വലുത്, നീയാണ് ഞങ്ങളുടെ മുമ്പിൽ ഏറ്റവും വലുത്. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ചെന്ന് ആ വിഷയമെന്ന് അവതരിപ്പിച്ചുവോ. ഇബ്രാഹിം നബി നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിസ്കാരത്തിന്റെ ഇടയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആംഗ്യഭാഷ കണ്ടപ്പോ സാറ ബീവിക്ക് തോന്നി ഇബ്രാഹിം നബി ചോദിക്കുന്നത് പ്രശ്നം കാര്യം എങ്ങനെയുണ്ട് എന്നറിയാനാണ്. സാറ ബീവി മറുപടി കൊടുത്തു, റദ്ദല്ലാഹു യദൽ കാഫിർ, റദ്ദല്ലാഹു കൈദൽ കാഫിർ. ഈ കാഫിറായ മനുഷ്യന്റെ സർവ്വചതിയും അല്ലാഹു മടക്കിയിരിക്കുന്നു. ഫീ നഹ്രിഹി വഅഖ്ദമ ഹാജർ, നമുക്ക് ഹാജറിനെ സമ്മാനമായി തന്നിട്ടുണ്ട്. ഇബ്രാഹിം നബിയെ പേടിക്കണ്ട. ചെല്ലുമ്പോ ഇബ്രാഹിം നബി നിസ്കാരത്തിലാണ്.
അല്ലാഹുവേ കുട്ടിയെ വേണമെന്ന് ചോദിക്കുന്ന നബി സക്കരിയ നബി അലൈഹിസ്സലാം 70 കഴിഞ്ഞതിന്റെ ശേഷം കുഞ്ഞ് വേണം റബ്ബേ, മക്കൾ വേണം. അസ്ബാബുകൾ നോക്കിയാൽ കിട്ടാൻ പ്രയാസമുണ്ട്. 70 ആയില്ലേ, ഈ കുട്ടി എവിടുന്നാ ഉണ്ടാവുക? ശരീരം ദുർബലമായില്ലേ? തല നരബാധിച്ച് തിളങ്ങുന്നുണ്ടല്ലോ പടച്ചവനെ. എന്റെ റബ്ബിനോട് ചോദിച്ചാൽ പരാജയപ്പെടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് റബ്ബേ റബ്ബി ഹബിലി, എനിക്ക് കുഞ്ഞിനെ വേണം പടച്ചവനെ. സക്കരിയ നബി ചോദിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അല്ലാഹുവിന്റെ മുമ്പിലേക്ക് മഹാനായ സക്കരിയ നബിയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫനാദതുഹുൽ മലായിക, കുഞ്ഞ് വരുന്നുണ്ട്. ഇതുവരെ അങ്ങനെ ഒരു പേര് നൽകപ്പെട്ടിട്ടില്ലാത്ത യഹ്യ എന്ന പേരുള്ള ഒരു കുഞ്ഞ്, ആ കുഞ്ഞാണ് യഹ്യ നബി അലൈഹിസ്സലാം. ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്ന് ക്രിസ്ത്യാനികൾ വിളിച്ചു പറയുന്ന സക്കരിയ നബിയുടെ പുത്രൻ യഹ്യ നബി അലൈഹിസ്സലാം. നാദതുഹുൽ മലായിക, ദുആ ചെയ്തു പോയിട്ട് അല്ലാഹുവിന്റെ മാലാഖമാർ വിളിക്കുന്നുണ്ട്. എന്താ സംഭവം? വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്, സക്കരിയ നബി മിഹ്റാബിൽ നിന്ന് നിസ്കരിക്കുകയാണ്. 70 കഴിഞ്ഞ് അല്ലാഹുവേ കുഞ്ഞിനെ വേണം. കാര്യകാരണങ്ങൾ ബന്ധിപ്പിച്ചു നോക്കിയാൽ കാര്യം നടക്കാൻ സാധ്യതയില്ല. അല്ലാഹുവേ സബബില്ലാതെയും കാര്യം നടത്താൻ കഴിയുന്നവനാണല്ലോ നീ. മക്കളുണ്ടാവൽ അങ്ങനെയാണ്, അല്ലാഹുവിന്റെ ഇടപെടൽ തന്നെ വേണം. റബ്ബ് ഇടപെടണം. യഹബു മൻ യശാഉ ഇനാഹാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പെണ്ണിനെ കൊടുക്കും. കല്യാണം കഴിഞ്ഞാൽ പെണ്ണിനെ കൊടുക്കുന്നാണോ പറഞ്ഞത്? ഭാര്യയുടെ കൂടെ കടന്നാൽ, ഭാര്യയുടെ കൂടെ ഒരുമിച്ച് ശയിച്ചാൽ കുഞ്ഞുണ്ടാകുമെന്നാണല്ലോ. യഹബു ലിമൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കും. ഇനാഹാ, പെൺകുട്ടികളെ. വാസിലത്ത് ബിനുൽ അസ്ഖഅ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, മിൻ യുംനിൽ മർഅ, ഒരു പെണ്ണിന്റെ സൗഭാഗ്യമാണ് ആദ്യമായി ഒരു പെൺകുട്ടിക്ക് ജന്മം കൊടുക്കാൻ കഴിഞ്ഞാൽ അത് പെണ്ണിന്റെ ഭാഗ്യമാണ്. നമ്മളെന്താ കുട്ടി എന്താ അത് വേഗം തിരിയും. സാധേ കുട്ടി ഭാര്യ പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് മാത്രം പറഞ്ഞ് നിർത്തിയാൽ മനസ്സിലാക്കുക കുട്ടി പെൺകുട്ടിയാണ്. സാധേ പ്രസവിച്ച ആൺകുട്ടിയാണ് കേട്ടോ, അപ്പം വേഗം പറയും ആൺകുട്ടിയാണെങ്കിൽ. അല്ലെങ്കിൽ അടുത്ത ചോദ്യം ചോദിക്കണം, കുട്ടി എന്താ? കുട്ടി പെൺകുട്ടിയാണ്. അൽഹംദുലില്ലാഹ്. എന്തേത് ആദ്യം വരാത്തത്? അല്ലാഹു കൊടുക്കുമെന്ന്, മക്കളെ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞത് പെൺകുട്ടിയെ. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു ആൺമക്കളെയും കൊടുക്കും. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് കല്യാണം കഴിഞ്ഞാൽ കൊടുക്കുന്നല്ല, അല്ലാഹുവിന്റെ തീരുമാനം വേണം. ചില ആളുകൾക്ക് ആൺകുട്ടികളെയും കൊടുക്കും, പെൺകുട്ടികളെയും കൊടുക്കും. ചില ആളുകൾക്ക് മക്കളെ അല്ലാഹു തീരുമാനിച്ചാൽ കൊടുക്കുകയേ ഇല്ല. അല്ലാഹു തീരുമാനിച്ചാൽ പിന്നെ അങ്ങനെയാണ്. റബ്ബിന്റെ തീരുമാനം കൂടെ, മശീഅത്ത് കൂടെ ഇടപെടണം. അസ്ബാബ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. സക്കരിയ നബി ചോദിച്ചത്, അല്ലാഹുവേ ഞങ്ങൾ രണ്ടുപേർക്കും പ്രായമായ വാർദ്ധക്യത്തിലെത്തി, ഇത്രയും കാലം നീ തരുമെന്ന് പ്രതീക്ഷിച്ചു റബ്ബേ, ഞാൻ ഇനിയും ചോദിക്കുകയാണ്, തരണേ. ഇത് പറഞ്ഞ് കഴിഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുന്നത് നിസ്കരിക്കാനാണ്. നിസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വഹി വരുന്നത്. ഫനാദതുഹുൽ മലായിക അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യാ, നിങ്ങൾക്ക് യഹ്യ എന്ന പൊന്നുമോനെ നൽകാൻ പോകുന്നു. മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹി വസയ്യിദൻ വഹസൂറാ, അല്ലാഹുവിന്റെ നബിയാണ് ഈ കുഞ്ഞ്, പ്രവാചകനാകാൻ പോകുന്ന നബിയാണ്. വളരെ സദ്വൃത്തരായ സച്ചരിതരായ ഒരു പുത്രനെ. വനബിയ്യൻ മിനസ് സാലിഹീൻ, ഈ സന്തോഷവാർത്ത സ്വീകരിക്കുമ്പോൾ യഹ്യ നബി അലൈഹിസ്സലാമിന്റെ ഉപ്പ സക്കരിയ നബി അലൈഹിസ്സലാം തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞ് വേണമെന്നതാണ് വിഷയം. ഒരു വിഷയം, ഒരു പ്രയാസം വന്നാൽ പരിഹാര നിസ്കാരത്തിലൂടെ അല്ലാഹുവിലേക്ക് അങ്ങനെ ലൗ തവക്കൽതും അലല്ലാഹി ഹഖ്ഖ തവക്കുലിഹി, അല്ലാഹുവിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന പോലെ ഏൽപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ ഇതാണ് നടക്കാൻ പോകുന്നത്.